പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് മദീനയിലുള്ള പ്രശസ്തമായ സൽമാൻ അൽ ഫാരിസി തോട്ടത്തിനോട് ചേർന്നുള്ള ഒരു തോട്ടത്തിലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് മദീനയിൽ വരുന്ന ഉംറയ്ക്ക് വരുന്ന അതുപോലെ തന്നെ സിയാറത്തിൽ വരുന്ന ആൾക്കാർ അജുവയുടെ ഉറവിടം തേടി പോകാറുണ്ട്. അതുപോലുള്ള നല്ല അജുവകൾ തേടി ഒരുപാട് അന്വേഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അവർ പറ്റിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം 20 റിയാൽ, 30 റിയാൽ, 40 റിയാലിനൊക്കെ അജുവയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലരും പറ്റിക്കപ്പെടുന്നു. അതുപോലെ തന്നെ 100 റിയാൽ, 120 റിയാലിനൊക്കെ ഏറ്റവും വില കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയാണെന്ന് ഓർത്തിട്ട് മേടിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരാനുള്ള കാരണം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. കാരണം നമുക്ക് ഒറിജിനൽ അജുവ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വന്നതാണ്. അതായത് ഈ വളരെ കുറച്ച് തോട്ടം മാത്രമാണ്, നമുക്കറിയാമല്ലോ മദീനയിൽ വളരെ കുറച്ച് തോട്ടം മാത്രമാണുള്ളത്. ആ തോട്ടത്തിൽ അജുവ കൃഷി ചെയ്യുന്നതും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നമുക്കറിയാവുന്ന ഒരു ജെന്യുവനായിട്ടുള്ള ഒരു തോട്ടത്തിലാണ് വന്നത്. ഇവിടെ ഒരു മലയാളിയുണ്ട്, വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ ആളെ കൊണ്ട് വരുന്നതാണ്. ഇവിടുത്തെ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഇവിടുന്നാണ് ഒട്ടുമിക്ക അജുവകളും മാർക്കറ്റിലേക്ക് മദീനയുടെ ഒറിജിനൽ അജുവകൾ പോകുന്നത്. പക്ഷെ മദീനയിലെ അജുവയാണെന്ന് പറഞ്ഞ് കസീമിലുള്ള, റിയാദിലുള്ള ഒരുപാട് ഈന്തപ്പഴങ്ങൾ ഇങ്ങോട്ട് വരികയും അത് ഇവിടെ സെല്ല് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടുത്തെ അജുവ വളരെ കുറവാണ്. അത് ഇവിടെയുള്ള ലോക്കൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പതിവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ ഇവിടുന്ന് കച്ചവടത്തിന് വേണ്ടിയൊക്കെ വളരെ കുറവായിരിക്കും പോകുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏകദേശം സാധാരണ വലിയ പെരുന്നാളോട് ശേഷമാണ് സാധാരണ ഈന്തപ്പഴത്തിൻ്റെ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. പക്ഷേ ചൂടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഈ പ്രാവശ്യം സീസണിൽ ഈന്തപ്പഴം എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിപ്പോൾ 2 മാസമായിപ്പോൾ ഏകദേശം ഈന്തപ്പഴമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴം തേടി എത്തിയതാണ്. ഞങ്ങളിവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ 100 റിയാൽ, 120 റിയാലിന് വരെ വിൽക്കുന്ന ഈന്തപ്പഴം അജുവ ഈ തോട്ടം അല്ലെങ്കിൽ ഇതിന് സമീപത്തുള്ള തോട്ടത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പറിച്ച ഫ്രഷായിട്ടുള്ള ഈന്തപ്പഴം തേടി വന്നതാണ്. ഞങ്ങൾക്ക് 1.5 കിലോയ്ക്ക് 60 റിയാലിന് എന്നുള്ള നിലയ്ക്ക്. ഇവിടെ 20 റിയാലിൻ്റെയും 30 റിയാലിൻ്റെ എല്ലാം അജുവ ഉണ്ട്. പക്ഷെ അതൊന്നും മദീനയിലുള്ള അജുവയല്ല. ആ കാണുന്ന ഒരു വൈറ്റ് ഗ്രെയിൻസ് പോലുള്ള ഈന്തപ്പഴത്തിലുള്ള അതല്ല അജുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ രീതിയിലുള്ള നമുക്കത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ജെന്യുവനായിട്ടുള്ള ഈ തോട്ടത്തിലെത്തിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒറിജിനൽ അജുവ നമ്മൾ അജുവ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പല രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശമനത്തിനാണല്ലോ നമ്മൾ അജുവ ഉദ്ദേശിക്കുന്നത്. സംസം വെള്ളം, അജുവ എന്നിവ നമ്മൾ കഴിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത് രോഗശമനത്തിന് വേണ്ടിയാണ്. മറ്റുള്ള ഈന്തപ്പഴങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രോഗകാരണങ്ങളാൽ അജുവ തേടിയെത്തുന്നവർ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടുക. നമ്മളൊരു ബിസിനസ് പരമായിട്ടല്ല, അല്ലാത്ത രീതിയിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം തയ്യാറാണ്. നമ്മുടെ പ്രിയ സുഹൃത്താണ് അനസു. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളിവിടെ വന്നതാണ്, ഒറിജിനൽ ഈന്തപ്പഴം തേടി. അപ്പോൾ അദ്ദേഹമാണ് നമ്മളിവിടെ നേരത്തെ ആദ്യം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഉംറയ്ക്ക് വരുന്ന സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കാനും അതുപോലെ തന്നെ ഈന്തപ്പഴം വിളവെടുക്കുന്നത് കാണാനും, അതുപോലെ തന്നെ പലതരം ഈന്തപ്പഴം, പിന്നെ അതുപോലെ തന്നെ തല്ലാജ സൗകര്യം. തല്ലാജ മീൻസ് ഇവിടെ കൂളിംഗ് ഫ്രീസർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കാരണം വെളിയിൽ നിന്ന് വരുന്ന ഈന്തപ്പഴം ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും മദീനയുടെ ഒറിജിനൽ അജുവ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ്. ഇൻഷാ അല്ലാ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ലൊക്കേഷൻ കാണിക്കുമോ, അല്ലെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരുമോ, അല്ലെങ്കിൽ നിങ്ങളിവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു തരാം. ജോലി തിരക്കുണ്ട്, എന്നിരുന്നാലും ഒരുപാട് ആൾക്കാരെ, അനസുവാവരൊക്കെ ആണെങ്കിലും ഒരുപാട് ഉംറയ്ക്ക് വരുന്ന ആൾക്കാരെ കൊണ്ട് ഇവിടെ വരാറുണ്ട്. അദ്ദേഹത്തിന് ഫ്രീ ഉള്ള സമയത്തും വരാറുണ്ട്. അപ്പം ഞങ്ങളും വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ ആർക്കെങ്കിലും ഇതായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമ്മൾ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാ നമ്മൾ ലൊക്കേഷൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക. വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ട് നല്ലത് നോക്കിയെടുക്കുക. കാരണം ഇതിൻ്റെ എവിടെ പോയാലും അജുവ എന്ന് പറയും. പക്ഷെ നമ്മളെല്ലാവരും എന്താ പറയണ്ടേ, ആ ഒറിജിനൽ സാധനം നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ Walk on sand across the night, starlight guide my endless flight, desert soul burn deep inside,
chase the dawn beyond the tide. Dunes roll far beneath the moon. Free my mind, break every doom. Wild winds sing my ancient tune. No more wall, no more cocoon. Rise with wind, reach for the sky. Let the fire touch the eye. All the sorrow pass goodbye. We are born to reach the high. Arabian sand flow wild and free. Oriental beats set spirit free. Heavy rhythm shake the sea. Rule the desert endlessly. Arabian light shine constantly. Desert melody take over me. Night is young and we believe. Glory lives eternally. Silent dunes breathe slow and deep. Ancient rhythm fall asleep. Wind drift far across the heat. Peace and power always keep. Far away beyond the haze. Brave the storm, walk through the blaze. Ancient dreams light up our days. We will stand through all the haze. Cross the wasteland, chase the sun. Stronger heart, never run. Boundless land, our kingdom won. Legend story just begun. Arabian sand flow wild and free. Oriental beats set spirit free. Heavy rhythm shake the sea. Rule the desert endlessly. Arabian light shine constantly. Desert melody take over me. Night is young and we believe. Glory lives eternally. Desert beat never end. Oriental vibe extend till the whole world understand. പിന്നെ നീ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിലൊരു വേരിയേഷൻ ഉണ്ട്. അതായത് 1.5 കിലോ 60 റിയാൽ എന്ന് പറഞ്ഞ് അതിൽ ഫ്രഷിന് അതാണ് 1.5 കിലോന് 60. അതായത് അത് ഡ്രൈ ആയി വരുമ്പോൾ 1 കിലോന് തന്നെ 60ആണ്. ഈ 1.5 കിലോ എന്ന് പറഞ്ഞാൽ അത് ഡ്രൈ ആയി വരുമ്പോൾ ഞങ്ങൾ വാങ്ങിയ ഫ്രഷ് ഇന്ന് പറിച്ച സാധനം. അപ്പോൾ അത് 1.5 കിലോന് ആകുമ്പോൾ അത് ഡ്രൈ ആയി വരുമ്പോൾ 1 കിലോനെ ഉണ്ടാവുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ 1 കിലോന് 60 റിയാലിൽ കുറച്ച് എവിടെ നിന്നും കിട്ടൂല. കാരണം പക്ക ഒറിജിനൽ അജുവ. അപ്പം പിന്നെ കിട്ടുന്നതൊക്കെ എന്താണ് അതിൻ്റെ രീതിയിൽ പല കൂട്ടുകളും ചിലപ്പം മിക്സാക്കി വരുന്നതുണ്ടാവും. അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിന്റെ വിലയാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ വെള്ളം ഒലിച്ചു പോകുന്ന അരുവികളൊക്കെ ഉണ്ട്, ഇറിഗേഷൻ സെറ്റപ്പുകൾ ഒക്കെ ഉണ്ട്. ചാക്കിൽ പൊതിഞ്ഞേട്ടോ ചൂടിന് വേണ്ടിയായിരിക്കും അല്ലേ? ചൂട് കൂടുതൽ അടിച്ചു നിൽക്കാനും പിന്നെ ഇത് ഈച്ച കയറി ഇതാവാതൊക്കെ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് ചൂടിന് വേണ്ടിയാ, പഴുക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? പഴുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ
പക്ഷെ ഇപ്പം സീസൺ അല്ല. കാരണം സീസണിൽ ഈ പ്രാവശ്യത്തെ അതായത് പിന്നെ ഈ സീസണിന് ഇപ്പം ഈ അജുവക്ക് 60 റിയാൽ വില വരാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഹജ്ജ് സീസൺ കഴിഞ്ഞ് ഈ പ്രാവശ്യം ചൂട് വൈകിയാണ് വന്നത്. സാധാരണഗതിയിൽ ഈ അജുവൊക്കെ പാകമാകൽ ഹജ്ജിൻ്റെ സമയത്താണ്. ഹജ്ജ് ഭയങ്കര ചൂടുള്ള സമയത്ത് അപ്പം പാകമാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിന് ചിലപ്പം 100 150 ഒക്കെ ഭയങ്കര ഹൈ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും വില. ഇവിടെ വില കുറവായിരിക്കും, വെളിയിലുള്ള കാര്യമായിരിക്കും. ഇവിടെ ആ സമയത്ത് ആളുകൾ വരുമ്പം ഡിമാൻഡ് കൂടുമ്പോൾ സാധനത്തിൻ്റെ ഇത് കൂടുമല്ലോ. ഇപ്പൊ നമുക്ക് അറിയാവുന്നതിന്റെ പേരിൽ പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഈ ഇത് വില. പക്ഷെ ഈ ചീപ്പ് റേറ്റിന് കിട്ടുന്ന അജുവ ഒന്നും ഒറിജിനൽ അല്ലാന്ന്. ഇവിടെ 20-30 ഒക്കെ നമ്മൾ 20-30 ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ വില ചീപ്പ് നോക്കരുത്. ഈ സാധനം ഒറിജിനൽ മരുന്നിന് വേണ്ടി ആണെങ്കിൽ ഒറിജിനൽ തന്നെ മേടിക്കണം. മേടിക്കണം. അതെ. അങ്ങനെ സെറ്റപ്പ്.